നമസ്കാരം. അപ്പം നമ്മൾ 9 നവഗ്രഹങ്ങളെക്കുറിച്ചും 9 നവഗ്രഹ സ്തോത്രങ്ങൾ എന്താണെന്നും നമ്മൾ കേട്ടു ഇല്ലേ? അതിൽ ആദ്യത്തെ സ്തോത്രമായ രവിയെ ആസ്പദമാക്കി പറയുന്ന, അതായത് സൂര്യനെ ആസ്പദമാക്കി പറയുന്ന സ്തോത്രവും അതിൻ്റെ അർത്ഥം എന്താണെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഇനി രണ്ടാമത്തെ സ്തോത്രമായ ചന്ദ്രദേവനെ, അതായത് നവഗ്രഹ സ്തോത്രത്തിലെ രണ്ടാമത്തെ സ്തോത്രമായി പറയുന്ന ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടുള്ള സ്തോത്രമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നവഗ്രഹ സ്തോത്രത്തിലെ രണ്ടാമത്തെ സ്തോത്രമായ ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടുള്ള സ്തോത്രം ഇതാണ്. ദതിശങ്കുതുഷാരാഭം ക്ഷീരോധാർണവസംഭവം നമാമി ശശിനം സോമം ശംഭോർമകുടഭൂഷണം. ഇതാണ് ചന്ദ്രന് നവഗ്രഹ സ്തോത്രത്തിൽ ചന്ദ്രസ്തോത്രമായി അറിയപ്പെടുന്ന രണ്ടാമത്തെ സ്തോത്രം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, തൈര്, ശംഖ്, മഞ്ഞ് എല്ലാം വെള്ള നിറത്തിലുള്ള വസ്തുക്കളാണ് അല്ലേ? നല്ല വളരെ ഭംഗിയുള്ള വസ്തുക്കളാണ് ഇവ മൂന്നും. അതായത് തൈര്, ശംഖ്, വെള്ള, ഇവയുടെ കാന്തിയോട് കൂടിയവനും ക്ഷീരസാഗരത്തിൽ ജനിച്ച്, ക്ഷീരസാഗരം എന്ന് പറഞ്ഞാൽ അറിയാലോ, പാൽക്കടൽ, ക്ഷീരം എന്ന് പറഞ്ഞാൽ പാലാണ്. അതായത് ക്ഷീരസാഗരത്തിൽ ജനിച്ചവനും പാൽക്കടലിൽ ജനിച്ച് ശശാങ്കനായ ശിവൻ്റെ ശിരോലങ്കാരഭൂഷിതനായിരിക്കുന്നവൻ, ശശാങ്കനായ ശിവൻ്റെ, നമ്മുടെ സാക്ഷാൽ മഹാദേവൻ്റെ ശിരോലങ്കാരം, അതായത് ശിരസിൽ അലങ്കാരമായിരിക്കുക. മഹാദേവൻ്റെ ശിരസിൽ ചന്ദ്രക്കല എല്ലാവരും കണ്ടു കാണും ഇല്ലേ? അപ്പോൾ നമ്മുടെ മഹാദേവൻ്റെ ശിരസിൽ ശിരോലങ്കാരമായിരിക്കുക, അതായത് ശിരസിന് അലങ്കാരമായി ഇരിക്കുന്നവനുമായ ചന്ദ്രഭഗവാനെ, അല്ലയോ ചന്ദ്രഭഗവാനെ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അപ്പോൾ ശംഖ്, തൈര്, മഞ്ഞ് ഇവയുടെ കാന്തിയോട് കൂടിയവനും ക്ഷീരസാഗരത്തിൽ ജനിച്ചവനും ശശാങ്കനായ ശിവൻ്റെ ശിരോലങ്കാരഭൂഷിതനായിരിക്കുന്നവനുമായ ചന്ദ്രദേവ, അങ്ങയെ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഇതാണ് നവഗ്രഹ സ്തോത്രത്തിലെ രണ്ടാമത്തെ സ്തോത്രമായ ചന്ദ്രസ്തോത്രവും അതിൻ്റെ അർത്ഥവ്യാഖ്യാനവും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും മാർഗനിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത സ്തോത്രമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.